Today we will discuss about stable and unstable systems. So, നമ്മൾ ക്ലാസിഫിക്കേഷൻസ് ഓഫ് സിസ്റ്റം ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സോ അതിൽ സ്റ്റേബിൾ സിസ്റ്റം അല്ലെങ്കിൽ അൺസ്റ്റേബിൾ സിസ്റ്റംസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ബിബോ സ്റ്റേബിൾ, നമ്മളതിനെ ബിബോ സ്റ്റേബിൾ സിസ്റ്റം എന്നാണ് പറയുന്നത്. അതായത് ഒരു ബൗണ്ടഡ് ഇൻപുട്ട് കൊടുക്കുമ്പോൾ ഒരു ബൗണ്ടഡ് ഔട്ട്പുട്ട് തരുന്ന സിസ്റ്റം. ഈ ബൗണ്ടഡ് ഇൻപുട്ട് മീൻ ഒരു ഫൈനൈറ്റ് വാല്യൂ ഇൻപുട്ട് നമ്മൾ കൊടുക്കുമ്പോൾ നമുക്കൊരു ഫൈനൈറ്റ് വാല്യൂ ഔട്ട്പുട്ട് നമുക്ക് കിട്ടണം. അങ്ങനെയുള്ള സിസ്റ്റത്തിനെയാണ് നമ്മൾ സ്റ്റേബിൾ സിസ്റ്റം എന്ന് പറയുന്നത്. സോ ഫോർ എക്സാമ്പിൾ നമ്മൾ ഡി സി സിഗ്നൽസ് ഒക്കെ ബൗണ്ടഡ് ആണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ യൂണിറ്റ് സ്റ്റെപ്പ് സിഗ്നൽ അത് എന്താണ്, ഒരു ഫൈനൈറ്റ് ഒരു വാല്യൂ, ഒരു ബൗണ്ടഡ് ഇൻപുട്ടാണ്. അപ്പോൾ യു ഓഫ് ടി മീൻസ് യു ഓഫ് ടിയുടെ വാല്യൂ 1 ആണ്. 0 മുതൽ ഇൻഫിനിറ്റി വരെ അതിൻ്റെ വാല്യൂ 1 ആണ്. അപ്പോൾ നമുക്കത് അറിയാം, അതിൻ്റെ ഒരു ലിമിറ്റ് എവിടം വരെയാണെന്ന് നമുക്കറിയാം. സോ അങ്ങനെയുള്ള നമുക്ക് സൈൻ വേവ്, കോസ് വേവ് ഇതൊക്കെ ഒരു ഫൈനൈറ്റ് വാല്യൂ ആണ്. അപ്പോൾ സൈനിൻ്റെ വാല്യൂ -1 തൊട്ട് 1 വരെ പോകുന്ന ഒരു സിഗ്നലാണ്. അതുപോലെ തന്നെ കോസ് വേവ് ഇതൊക്കെ ഒരു ബൗണ്ടഡ് ഇൻപുട്ടിന്, ഡി സി സിഗ്നൽസ് ഇതൊക്കെ ബൗണ്ടഡ് ഇൻപുട്ടിന് എക്സാമ്പിൾസ് ആണ്. സോ ഇവിടെ ഞാനൊരു എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്. ഒരു ബൗണ്ടഡ് ഇൻപുട്ടിന് ഇതൊരു ഫൈനൈറ്റ് വാല്യൂ ഇൻപുട്ടാണ്. സോ ഇപ്പോൾ നമ്മളൊരു ഇൻ്റർവെൽ പറയുവാണ്, ഒരു 0 മുതൽ 1 വരെ അതിനൊരു സ്ക്വയർ പൾസ്, അതാണ് ഞാനിവിടെ ഒരു ഫൈനൈറ്റ് വാല്യൂ ഇൻപുട്ടാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. അതിനെ നമ്മളൊരു ബൗണ്ടഡ് ഇൻപുട്ടായിട്ട് കൺസിഡർ ചെയ്യാം. സോ ഇതാണ് ഞാനിവിടെ ഇൻപുട്ടായിട്ട് എക്സ് ഓഫ് ടി ആയിട്ട് ഈ ഒരു സിസ്റ്റത്തിലേക്ക് കൊടുക്കുന്നത്. അവിടെ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒരു ബൗണ്ടഡ് ഔട്ട്പുട്ടാണ്, ഒരു ഫൈനൈറ്റ് വാല്യൂ ഔട്ട്പുട്ട് ആണെങ്കിൽ then we can call such type of systems are ബിബോ സ്റ്റേബിൾ സിസ്റ്റംസ്, അല്ലെങ്കിൽ അതൊരു സ്റ്റേബിൾ സിസ്റ്റം ആയിരിക്കും. ബൗണ്ടഡ് ഇൻപുട്ട് കൊടുക്കുമ്പോൾ നമുക്കൊരു ബൗണ്ടഡ് ഔട്ട്പുട്ട് കിട്ടണം. അതിനെയാണ് നമ്മൾ സ്റ്റേബിൾ സിസ്റ്റം എന്ന് പറയുന്നത്. അടുത്ത എക്സാമ്പിൾ നോക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ക്ലിയർ ആവും. ഇവിടെ ഞാൻ കൊടുത്തേക്കുന്ന ഒരു ബൗണ്ടഡ് ഇൻപുട്ടാണ്, പക്ഷേ എനിക്ക് കിട്ടുന്നത് ഒരു അൺബൗണ്ടഡ് ഔട്ട്പുട്ടാണ്. കാരണം ഈ ഒരു ഔട്ട്പുട്ട് അത് എവിടേക്കാണ് പോകുന്നത്, അല്ലെങ്കിൽ ഒരു വാല്യൂ പോകുന്നത് നമുക്ക് ഒരു ഇൻഫൈനൈറ്റ് വാല്യൂ ആണ്. സോ ഇതൊരു അൺബൗണ്ടഡ് കണ്ടീഷനാണ്. സോ ഇങ്ങനെ ഒരു അൺബൗണ്ടഡ് അല്ലെങ്കിൽ ഇൻഫൈനൈറ്റ് വാല്യൂ കിട്ടുന്ന കേസസ് നമുക്ക് പറയാം, ആ സിസ്റ്റത്തിനെ നമ്മൾ അൺസ്റ്റേബിൾ സിസ്റ്റം എന്ന് പറയും. സോ നമുക്കിതിന് ഒരു കണ്ടീഷനൂടെ നമുക്ക് പറയാം. ഫോർ എക്സാമ്പിൾ നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത് മോഡ് ഓഫ് എക്സ് ഓഫ് ടി, അതായത് മാഗ്നിറ്റ്യൂഡ് ഓഫ് എക്സ് ഓഫ് ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി എക്സ് ലെസ് ദാൻ ഇൻഫിനിറ്റി. ഇതാണ് നമ്മുടെ ഇൻപുട്ടിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇൻപുട്ട് വാല്യൂ അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് എക്സ് ഓഫ് ടി എന്ന് പറയുന്നത് ബി എക്സ് എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആയിട്ട് ഞാൻ കൺസിഡർ ചെയ്യണം. അത് ലെസ് ദാൻ ഇൻഫിനിറ്റി ആയിരിക്കണം, അല്ലെങ്കിൽ അതൊരു ഇൻഫൈനൈറ്റ് വാല്യൂ ആയിരിക്കരുത്, ഒരു ഫൈനൈറ്റ് വാല്യൂ ആയിരിക്കണം. ഈ കണ്ടീഷൻ കൊണ്ട് നമ്മൾ അസ്യൂം ചെയ്യുന്നതാണ് ദ ഇൻപുട്ട് ഷുഡ് ബി ബൗണ്ടഡ്. സോ ഇത് ബൗണ്ടഡ് ഇൻപുട്ടിൻ്റെ കണ്ടീഷനാണ്. So for this bounded condition or bounded input condition, the output of the system should be bounded. So outputum എന്തായിരിക്കണം, ഒരു ബൗണ്ടഡ് വാല്യൂ ആയിരിക്കണം. അതായത് മോഡുലസ് ഓഫ് y of t should be less than or equal to bx less than ഇൻഫിനിറ്റി. സോ മോഡുലസ് ഓഫ് വൈ ഓഫ് ടി അല്ലെങ്കിൽ വൈ ഓഫ് ടി നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് വാല്യൂ എന്ന് പറയുന്നത് ഒരു ഫൈനൈറ്റ് വാല്യൂ ആയിരിക്കണം. അത് ഞാനൊരു ബി എക്സ് എന്നുള്ളൊരു വാല്യൂ ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുവാണ്. സോ ഒരു ഫൈനൈറ്റ് ഇൻപുട്ട് കൊടുക്കുമ്പോൾ നമുക്കൊരു ഫൈനൈറ്റ് ഔട്ട്പുട്ട് കിട്ടണം. സോ ഇതും ഒരു ബൗണ്ടഡ് ആണ്. സോ ഒരു ബൗണ്ടഡ് ഔട്ട്പുട്ട് കിട്ടണം. അങ്ങനെയുള്ള സിസ്റ്റത്തിനെയാണ് നമ്മൾ സ്റ്റേബിൾ സിസ്റ്റം എന്ന് പറയുന്നത്. സോ ദീസ് ടൈപ്പ് ഓഫ് സിസ്റ്റംസ് ആർ നോൺ ആസ് സ്റ്റേബിൾ. ഇനി നമുക്ക് സ്റ്റെബിലിറ്റി മെഷർ ചെയ്യാൻ നമുക്ക് ഇമ്പൾസ് റെസ്പോൺസ് വെച്ചിട്ട് നമുക്ക് സ്റ്റെബിലിറ്റി മെഷർ ചെയ്യാം. ഇമ്പൾസ് റെസ്പോൺസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സോ ഇമ്പൾസ് റെസ്പോൺസ് മീൻസ്, റെസ്പോൺസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഔട്ട്പുട്ടാണ്. സോ നമ്മളൊരു സിസ്റ്റത്തിലേക്ക് നമ്മുടെ ഇൻപുട്ട് എക്സ് ഓഫ് ടി ഡെൽ ഓഫ് ടി ഇൻപുട്ട് കൊടുക്കുകയാണെങ്കിൽ എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു ഡെൽ ഓഫ് ടി മീൻസ് ഇമ്പൾസ്, യൂണിറ്റ് ഇമ്പൾസ് ഫംഗ്ഷനാണ് നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നതെങ്കിൽ ആ സിസ്റ്റത്തിൻ്റെ ഔട്ട്പുട്ടിന് വിളിക്കുന്ന പേരാണ് എച്ച് ഓഫ് ടി അല്ലെങ്കിൽ ഇമ്പൾസ് റെസ്പോൺസ്. സോ ഈ ഒരു റെസ്പോൺസിനെയാണ് ഇമ്പൾസ് റെസ്പോൺസ്. സോ ഇമ്പൾസ് റെസ്പോൺസ് മീൻസ് the input of the system is unit impulse function. അതുപോലെ
ഡിസ്ക്രീറ്റ് ആണെങ്കിൽ എക്സ് ഓഫ് എൻ ഈസ് ഈക്വൽ ടു ഡെൽ ഓഫ് എൻ, വിച്ച് മീൻസ് വൈ ഓഫ് എൻ ഈസ് ഈക്വൽ ടു എച്ച് ഓഫ് എൻ. അപ്പോൾ കണ്ടിന്യൂസ് ടൈം സിസ്റ്റം ഉണ്ട്, ഡിസ്ക്രീറ്റ് ടൈം സിസ്റ്റം ഉണ്ട്. രണ്ടിൻ്റെയും കണ്ടീഷൻസ് നമുക്ക് അറിഞ്ഞിരിക്കണം സ്റ്റെബിലിറ്റി കണ്ടുപിടിക്കാനുള്ളത്. സോ ഇവിടെ എക്സ് ഓഫ് എൻ ഈസ് ഈക്വൽ ടു ഡെൽ ഓഫ് എൻ, ഇമ്പൾസ് ഫംഗ്ഷനാണ്. ഡിസ്ക്രീറ്റ് ടൈമിൻ്റെ കേസിൽ നമ്മൾ ഡെൽ ഓഫ് എൻ വെച്ചിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അന്നേരം കിട്ടുന്ന ആ ഒരു റെസ്പോൺസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എച്ച് ഓഫ് എൻ, ദാറ്റ് ഈസ് നോൺ ആസ് ഇമ്പൾസ് റെസ്പോൺസ്. ഫോർ ദെൻ നമുക്ക് സ്റ്റെബിലിറ്റി ചെക്ക് ചെയ്യാനുള്ള കണ്ടീഷൻ ഫോർ സ്റ്റെബിലിറ്റി. സോ നമുക്ക് ഇമ്പൾസ് റെസ്പോൺസ് അറിയാമെങ്കിൽ, എച്ച് ഓഫ് ടി എന്ന് പറയുന്ന വാല്യൂ അറിയാമെങ്കിൽ നമുക്ക് സ്റ്റെബിലിറ്റി ചെക്ക് ചെയ്യാം. ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി മോഡ് ഓഫ് എച്ച് ഓഫ് ടി ഷുഡ് ബി ലെസ് ദാൻ ഇൻഫിനിറ്റി. ഇതാണ് കണ്ടീഷൻ. ഈ ഒരു കണ്ടീഷൻ നമ്മൾ ഇനി അടുത്ത LTE സിസ്റ്റം പഠിക്കുന്നുണ്ട്, ലീനിയർ ടൈം ഇൻവേരിയൻറ്റ് സിസ്റ്റം. അതിനകത്ത് നമ്മൾ ഇതിൻ്റെ ഡെറിവേഷൻ പഠിക്കും, ഇതെങ്ങനെയാണ് ഈ ഒരു ഇക്വേഷൻ വരുന്നതെന്നുള്ളത്. നമ്മൾ അതിലാണ് കൂടുതൽ ഈ ഒരു വാല്യൂ, ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് യൂസ് ചെയ്യാം. സോ ഞാൻ രണ്ട് മെത്തേഡിലും പ്രോബ്ലംസ് ചെയ്യിപ്പിക്കുന്നുണ്ട്. നോർമൽ ഒരു ഇൻപുട്ട്, ബൗണ്ടഡ് ഇൻപുട്ട് കൊടുത്തിട്ട് ബൗണ്ടഡ് ഔട്ട്പുട്ട് കിട്ടുന്നു, അങ്ങനെയുള്ള സിസ്റ്റം സ്റ്റേബിളാണ്. ആ രീതിയിലും ചെയ്യാം. ഈ പറഞ്ഞ കണ്ടീഷൻ വെച്ചിട്ട് നമുക്ക് സ്റ്റെബിലിറ്റി ചെക്ക് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് ഇമ്പൾസ് ഫംഗ്ഷൻ ആക്കി സ്റ്റെബിലിറ്റി ചെക്ക് ചെയ്യാം. സോ കണ്ടിന്യൂസ് ടൈം സിസ്റ്റത്തിനകത്ത് നമ്മൾ ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി മോഡ് ഓഫ് എച്ച് ഓഫ് ടി ഡി ടി, മോഡ് ഓഫ് എച്ച് ഓഫ് ടി ഡി ടി, ഈ വാല്യൂ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ആ വാല്യൂ ലെസ് ദാൻ ഇൻഫിനിറ്റി ആയിരിക്കണം. ദിസ് വാല്യൂ ഷുഡ് ബി ലെസ് ദാൻ ഇൻഫിനിറ്റി. ദിസ് ഇസ് ദ കണ്ടീഷൻ ഫോർ സ്റ്റെബിലിറ്റി ഇൻ കണ്ടിന്യൂസ് ടൈം സിസ്റ്റം. അല്ലെങ്കിൽ ഇത് അബ്സല്യൂട്ട്ലി ഇൻ്റഗ്രബിൾ ആയിരിക്കണം. ഇതാണ് ഇതിൻ്റെ കണ്ടീഷൻ. ഇനി ഡിസ്ക്രീറ്റ് ടൈം സിസ്റ്റമാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അവിടെ സമ്മേഷനാണ്. സമ്മേഷൻ n ഈസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി മോഡ് ഓഫ് എച്ച് ഓഫ് എൻ വാല്യൂ ഈസ് ലെസ് ദാൻ ഇൻഫിനിറ്റി. ഇവിടുത്തെ നമുക്ക് കണ്ടീഷൻ ഇങ്ങനെ പറയാം, അബ്സല്യൂട്ട്ലി സമ്മബിൾ ആയിരിക്കണം. അബ്സല്യൂട്ട്ലി സമ്മബിൾ. സോ നമുക്ക് എച്ച് ഓഫ് ടി ആയിട്ടാണ് ക്വസ്റ്റ്യൻ തരുന്നതെങ്കിൽ എച്ച് ഓഫ് ടി ഒരു ഇക്വേഷൻ ഡയറക്റ്റ് യൂസ് ചെയ്ത് ഈ വാല്യൂ ഇവാലുവേറ്റ് ചെയ്യുക. ആ വാല്യൂ ലെസ് ദാൻ ഇൻഫിനിറ്റി അല്ലെങ്കിൽ ഒരു ഫൈനൈറ്റ് വാല്യൂ നമുക്ക് കിട്ടുവാണെങ്കിൽ അത് സ്റ്റേബിൾ സിസ്റ്റമാണ്. അതേപോലെ തന്നെ നമുക്ക് ഡിസ്ക്രീറ്റ് ടൈം സിസ്റ്റം ആണെങ്കിൽ നമ്മൾ ഈ ഒരു വാല്യൂ, ഈ സമ്മബിൾ വാല്യൂ ഇക്വേഷൻ ഇവാലുവേറ്റ് ചെയ്ത് ആ കിട്ടുന്ന വാല്യൂ ഒരു ഫൈനൈറ്റ് വാല്യൂ ആണെങ്കിൽ നമുക്ക് അതിനെ സ്റ്റേബിൾ സിസ്റ്റം എന്ന് പറയാം. സോ എച്ച് ഓഫ് ടി എച്ച് ഓഫ് എൻ ഫോമിൽ കൺവേർട്ട് ചെയ്ത് സ്റ്റെബിലിറ്റി കണ്ടുപിടിക്കാം. അതല്ലെങ്കിൽ നോർമലി ഒരു ഇൻപുട്ട് അസ്യൂം ചെയ്തിട്ട് ഔട്ട്പുട്ട് സ്റ്റേബിൾ ആണെന്നും ചെക്ക് ചെയ്യാം. സോ നമുക്കിനി എക്സാമ്പിൾസിലേക്ക് വരാം. ചെക്ക് ദ സ്റ്റെബിലിറ്റി ഓഫ് ദ സിസ്റ്റം y ഓഫ് ടി ഈസ് ഈക്വൽ ടു ടി എക്സ് ഓഫ് ടി. അപ്പോൾ ഞാനിത് ഇമ്പൾസ് ഫംഗ്ഷൻ വെച്ചിട്ടല്ല ചെയ്യുന്നത്, ഇമ്പൾസ് ഫംഗ്ഷൻസ് യൂസ് ചെയ്തിട്ടും നമുക്ക് ചെയ്യാം. അപ്പോൾ രണ്ട് കേസസും നമുക്ക് നോക്കാം. ഇവിടെ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അസ്യൂം നമ്മൾ ഇൻപുട്ട് ബൗണ്ടഡ് ആണെന്ന് അസ്യൂം ചെയ്യുവാണ്. ദാറ്റ് ഈസ് മോഡുലസ് ഓഫ് എക്സ് ഓഫ് ടി, ദാറ്റ് ഈസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് എക്സ് ഓഫ് ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി എക്സ്. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഞാൻ ബി എക്സ് വാല്യൂ ആയിട്ട് അസ്യൂം ചെയ്യുവാണ്. ദാറ്റ് ഈസ് ലെസ് ദാൻ ഇൻഫിനിറ്റി. അതൊരു ഫൈനൈറ്റ് വാല്യൂ ആണ്, നോട്ട് ഈക്വൽ ടു, ദാറ്റ് ഈസ് ലെസ് ദാൻ ഇൻഫിനിറ്റി. ഈക്വൽ ടു അല്ല, ലെസ് ദാൻ ഇൻഫിനിറ്റി വാല്യൂ ആണ്. ഇതിൻ്റെ മീനിങ് ഇൻപുട്ട് ഫൈനൈറ്റ് ആണ്, ഇൻപുട്ട് ഫൈനൈറ്റ് ആണ് അല്ലെങ്കിൽ ഇൻപുട്ട് ബൗണ്ടഡ് ആണ്. ഇതാണ് നമ്മുടെ ബൗണ്ടഡ് കണ്ടീഷൻ. ഇങ്ങനൊരു ഇൻപുട്ടാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. സോ നമ്മുടെ ഔട്ട്പുട്ടും ബൗണ്ടഡ് ആയിരിക്കണം. സോ ഔട്ട്പുട്ടിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഞാൻ കണ്ടുപിടിക്കുവാണ്, മോഡുലസ് ഓഫ് വൈ ഓഫ് ടി. സോ ഇത് മോഡുലസ് അപ്ലൈ ചെയ്യുമ്പോൾ മോഡുലസ് ഓഫ് ടി എക്സ് ഓഫ് ടി. സോ ഇതിനെ നമുക്കിങ്ങനെ എഴുതാം, മോഡ് ടി ഇൻറ്റു മോഡ് എക്സ് ഓഫ് ടി. സോ മോഡ് ടി, മോഡ് എക്സ് ഓഫ് ടി വാല്യൂ നമ്മളിവിടെ ബി എക്സ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്തേക്കുന്നത്. ഒരു ഫൈനൈറ്റ് വാല്യൂ ആണ്, അതിൻ്റെ വാല്യൂ ബി എക്സ് ആണ്, ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ്. സോ ഞാനിവിടെ മോഡ് എക്സ് ഓഫ് ടിയുടെ വാല്യൂ നമുക്കറിയാം ബി എക്സ് ആണ്, ഫൈനൈറ്റ് വാല്യൂ ആണ്. പക്ഷേ ഇവിടെ ഒരു മോഡ് ടി ഉണ്ട്. മോഡ് വൈ ഓഫ് ടി കണ്ടുപിടിച്ചപ്പോൾ നമുക്ക് മോഡ് ടി ഇൻറ്റു ബി എക്സ് ആണെന്ന് കിട്ടിയിരിക്കുന്നത്. സോ ഈ മോഡ് ടി വാല്യൂ, ഈ ടിയുടെ വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഈ വൈ ഓഫ് ടിയുടെ സ്റ്റെബിലിറ്റി. അപ്പോൾ നമുക്ക് പറയാം ആസ് ടി ടെൻസ് ടു ഇൻഫിനിറ്റി, ടിയുടെ വാല്യൂ ഇൻഫിനിറ്റിയിലേക്ക് പോവുകയാണെങ്കിൽ ഇത് ഇൻഫിനിറ്റി ഇൻറ്റു ബി എക്സ്, ദാറ്റ് ഈസ് മോഡ് വൈ ഓഫ് ടി വിൽ ബിക്കം ഇൻഫിനിറ്റി.
സോ ആൻസർ നമുക്ക് ഒരു ഇൻഫൈനൈറ്റ് വാല്യൂ ആണ് കിട്ടുന്നത്. സോ ദിസ് ടൈപ്പ് ഓഫ് സിസ്റ്റം ഈസ് അൺസ്റ്റേബിൾ. ഒരു ഫൈനൈറ്റ് ആൻസർ അല്ല. ഇപ്പോൾ ഇവിടെ ടി ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് പറയാം ഈക്വൽ ടു ബി എക്സ് ആണ്. സോ ബി എക്സ് ഈസ് സ്റ്റേബിൾ സിസ്റ്റം, അതൊരു ഫൈനൈറ്റ് വാല്യൂ ആണ്. സോ നമുക്കിവിടെ ബി എക്സ് വാല്യൂ അല്ലെങ്കിൽ ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ് കിട്ടുന്നതെങ്കിൽ അത് സ്റ്റേബിൾ സിസ്റ്റമാണ്. പക്ഷേ ഇവിടെ ടി ഉണ്ട്, ടി എന്നൊരു വാല്യൂ ഉണ്ട്. അവിടെ ടിയുടെ വാല്യൂ ഇൻഫിനിറ്റി ആയി കഴിഞ്ഞാൽ ഈ വാല്യൂ ഇൻഫിനിറ്റിയിലേക്ക് പോകും. സോ ഇറ്റ് ഈസ് അൺസ്റ്റേബിൾ. സോ ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ അൺസ്റ്റേബിൾ സിസ്റ്റം. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. y of t is equal to e raised to x of t. സോ ഇവിടെ ഞാൻ വീണ്ടും അതേപോലെ തന്നെയാണ് ചെയ്യുന്നത്. അസ്യൂം ഇൻപുട്ട് ബൗണ്ടഡ് ആണെന്ന് അസ്യൂം ചെയ്യുകയാണ്. മോഡുലസ് ഓഫ് എക്സ് ഓഫ് ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി എക്സ് ലെസ് ദാൻ ഇൻഫിനിറ്റി. സോ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ഫോർ ഓൾ വാല്യൂസ് ഓഫ് ടി. ടിയുടെ എല്ലാ വാല്യൂസിനും നമ്മൾ ഈ ഒരു കണ്ടീഷൻ ഇൻപുട്ട് ബൗണ്ടഡ് ആണ്, ഇൻപുട്ട് ഈസ് ബൗണ്ടഡ്. ദെൻ ഇതിനെ നമുക്ക് ഇങ്ങനെ വേണമെങ്കിലും എഴുതാം. മൈനസ് ബി എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ഓഫ് ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി എക്സ്. ഈ മോഡ് എക്സ് ഓഫ് ടി മീൻസ് ഈ വാല്യൂ നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും അല്ലെങ്കിൽ മൈനസ് ബി എക്സ് മുതൽ ബി എക്സ് വരെയുള്ള വാല്യൂസ് നമുക്ക് ചൂസ് ചെയ്യാം എക്സ് ഓഫ് ടിക്ക്. സോ അതാണ് ബി എക്സ് എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ്. സോ നമ്മൾ ഇൻപുട്ടിനെ ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആയിട്ട് അസ്യൂം ചെയ്തേക്കുവാണ്. ഇങ്ങനെയും നമുക്ക് ഡിഫൈൻ ചെയ്യാം നമ്മുടെ ഇൻപുട്ടിനെ. സോ നമ്മൾ ഔട്ട്പുട്ട് ചെക്ക് ചെയ്യുവാണ്. നമ്മുടെ ഔട്ട്പുട്ട് എന്താണ്? y of t is equal to e raised to x of t ആണ്. ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. ഈ ഇൻപുട്ട് ബൗണ്ടഡ് ആയതുകൊണ്ട് നമ്മുടെ ഔട്ട്പുട്ടും ഈ ഒരു കണ്ടീഷൻ വെച്ചിട്ട് ബൗണ്ടഡ് ആയിരിക്കും. കാരണം എക്സ് ഓഫ് ടിയുടെ വാല്യൂ മൈനസ് ബി എക്സ് തൊട്ട് ബി എക്സ് വരെ ഉള്ള വാല്യൂസ് ആവാം. സോ നമുക്ക് ഇങ്ങനെ എഴുതാം. ഇ റൈസ് ടു മൈനസ് പി എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ ഓഫ് ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇ റൈസ് ടു ബി എക്സ്. കാരണം നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇ റൈസ് ടു എക്സ് ഓഫ് ടി ആണ്. സോ ഇ റൈസ് ടു എക്സ് ഓഫ് ടിയുടെ വാല്യൂ നമ്മൾ പറഞ്ഞു മൈനസ് പി എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ഓഫ് ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി എക്സ്. ഈ വാല്യൂസ് ഏത് വേണമെങ്കിലും ആവാം. സോ ഞാനിവിടെ മൈനസ് ബി എക്സ് കൊടുത്തു, പ്ലസ് ബി എക്സും കൊടുത്തു. സോ ഈ ഒരു ലിമിറ്റിൽ നമുക്ക് വൈ ഓഫ് ടി വാല്യൂ ബൗണ്ടഡ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. സോ ഇവിടെ ഇൻപുട്ട് ബൗണ്ടഡ് ആണ്, നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത് ഇതൊരു ഫൈനൈറ്റ് വാല്യൂ ആണ്. ഇ റേസ് ടു ബി എക്സ്, ഇ റേസ് ടു മൈനസ് ബി എക്സ് എന്ന് പറയുന്ന വാല്യൂസ് ഫൈനൈറ്റ് ആണ്. ഇത് ഇപ്പം ബി എക്സ് എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻ്റ് ആണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇവിടെ ഒരു ടി കമ്പോണൻ്റ് ഒന്നും വരുന്നില്ല. എക്സ് ഓഫ് ടിക്ക് ബി എക്സ്, എക്സ് ഓഫ് ടിക്ക് മൈനസ് ബി എക്സ് വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഇതൊരു ബൗണ്ടഡ് കണ്ടീഷൻ തന്നെയാണ്. സോ ദിസ് ഈസ് ഓൾസോ ബൗണ്ടഡ്. സോ നമ്മളിപ്പം പറഞ്ഞത് നമ്മൾ ഇമ്പൾസ് റെസ്പോൺസ് ഫോമിൽ കൺവേർട്ട് ചെയ്യാതെ ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആണ്. സോ ഇവിടെ അസ്യൂം ഇൻപുട്ട് ബൗണ്ടഡ് ആണ്, ഔട്ട്പുട്ട് ബൗണ്ടഡ് ആണെന്ന് നമ്മൾ ചെക്ക് ചെയ്യുകയാണ്. സോ ഇങ്ങനെ ഡയറക്റ്റ്ലി നമുക്ക് ചെയ്യാം. സോ ദിസ് സിസ്റ്റം ഈസ് സ്റ്റേബിൾ. ദെൻ നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കാം. ഇതൊരു ഡിസ്ക്രീറ്റ് ടൈം സിസ്റ്റമാണ്. ഡിസ്ക്രീറ്റിനകത്തും കണ്ടിന്യൂസിനകത്തും നമുക്ക് ഇമ്പൾസ് ഫംഗ്ഷൻ, ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇമ്പൾസ് ഫംഗ്ഷൻസ് യൂസ് ചെയ്തിട്ടും ചെക്ക് ചെയ്യാം. ഈ ഒരു കണ്ടീഷൻ ഫോർ സ്റ്റെബിലിറ്റി വെച്ചിട്ട് ചെക്ക് ചെയ്യാം. സോ ഇവിടെ നമുക്ക് അങ്ങനെ തന്നെ ചെയ്ത് നോക്കാം. ഇവിടെ നമുക്ക് പക്ഷേ വൈ ഓഫ് എൻ ആയിട്ടാണ് തരുന്നത്, എച്ച് ഓഫ് എൻ ആയിട്ടല്ല സിസ്റ്റം തന്നേക്കുന്നത്. സോ ഈ വൈ ഓഫ് എന്നിൽ നിന്ന് നമ്മൾ എച്ച് ഓഫ് എൻ ഡിറ്റർമിൻ ചെയ്യണം. സോ എച്ച് ഓഫ് എൻ ഓൾറെഡി പറഞ്ഞു, നമ്മൾ ഇൻപുട്ട് ഇഫ് എക്സ് ഓഫ് എൻ ഈസ് ഈക്വൽ ടു ഡെൽ ഓഫ് എൻ, ഇൻപുട്ട് ഇമ്പൾസ് ഫംഗ്ഷൻ ആകുമ്പോൾ ഉള്ള ഔട്ട്പുട്ടിനെ വിളിക്കുന്ന പേരാണ് ഇമ്പൾസ് റെസ്പോൺസ്. സോ ഇഫ് എക്സ് ഓഫ് എൻ ഈസ് ഈക്വൽ ടു ഡെൽ ഓഫ് എൻ, ദെൻ വൈ ഓഫ് എൻ ഈസ് നോൺ ആസ് എച്ച് ഓഫ് എൻ. ഇതാണ് ഇമ്പൾസ് ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ. സോ നമ്മുടെ ഇവിടുത്തെ ക്വസ്റ്റ്യൻ കൺസിഡർ ചെയ്യുവാണെങ്കിൽ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. വൈ ഓഫ് എൻ ഈസ് ഈക്വൽ ടു എ ഇൻറ്റു എക്സ് ഓഫ് എൻ മൈനസ് 7. സോ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സോ ഇവിടെ നമ്മുടെ ഇൻപുട്ട് എന്ന് പറയുന്നത് എക്സ് ഓഫ് എൻ മൈനസ് 7 ആണ്. നമ്മളിവിടെ ഡെൽ ഫംഗ്ഷൻ അപ്ലൈ ചെയ്യുവാണെങ്കിൽ ദിസ് ഫംഗ്ഷൻ വിൽ ബിക്കം എച്ച് ഓഫ് എൻ ഈസ് ഈക്വൽ ടു എ ഇൻറ്റു ഡെൽ ഓഫ് എൻ മൈനസ് 7. സോ ഇമ്പൾസ് ഫംഗ്ഷൻ ഫോമിലോട്ട് ഞാൻ കൺവേർട്ട് ചെയ്തു. അപ്പം എക്സ് ഓഫ് എന്നിന് പകരം ഡെൽ ഓഫ് എൻ കൊടുത്തു കഴിഞ്ഞാൽ ആ കിട്ടുന്ന റെസ്പോൺസ് ആണ് ഇമ്പൾസ് ഫംഗ്ഷൻ. സോ ഈ ഫംഗ്ഷനെ ഞാൻ ഇമ്പൾസ് ഫംഗ്ഷനായിട്ട് കൺവേർട്ട് ചെയ്തു. ദെൻ ഒരു ഇമ്പൾസ് ഫംഗ്ഷൻ അതിൻ്റെ സ്റ്റെബിലിറ്റി ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു.
ഇമ്പൾസ് ഫംഗ്ഷൻ്റെ സ്റ്റെബിലിറ്റി ചെക്ക് ചെയ്യുന്നത് സമ്മേഷൻ n ഈസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി മോഡ് ഓഫ് എച്ച് ഓഫ് എൻ ലെസ് ദാൻ ഇൻഫിനിറ്റി. സോ ലെസ് ദാൻ ഇൻഫിനിറ്റി വാല്യൂ കിട്ടണം. സോ ഇവിടെ ഞാൻ ആ ഒരു വാല്യൂ ഇവാലുവേറ്റ് ചെയ്യുകയാണ്. ദാറ്റ് ഈസ് സമ്മേഷൻ n ഈസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി മോഡ് ഓഫ് എച്ച് ഓഫ് എൻ. ഈ വാല്യൂ കണ്ടുപിടിക്കണം. ഈ വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ അത് ഒരു ഫൈനൈറ്റ് വാല്യൂ ആയിട്ട് നമുക്ക് കിട്ടണം. സോ സമ്മേഷൻ n ഈസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി മോഡ് ഓഫ് a ഇൻറ്റു ഡെൽ ഓഫ് n മൈനസ് 7. സോ a ഒരു കോൺസ്റ്റൻ്റ് ആണ്. സമ്മേഷൻ n ഈസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി മോഡ് ഓഫ് ഡെൽ ഓഫ് n മൈനസ് 7. ഇനി ഡെൽ ഓഫ് n നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതാണ് ഡെൽ ഓഫ് n, എലമെൻ്ററി സിഗ്നൽസിനകത്ത് പഠിച്ചിട്ടുണ്ട്. ഇതാണ് ഡെൽ ഓഫ് n എന്ന് പറയുന്ന സിഗ്നൽ. ഡെൽ ഓഫ് എൻ്റെ വാല്യൂ 1 ആവുന്നത് 0-യിലാണ്. 0 അതിൻ്റെ വാല്യൂ 1 ആണ്. സോ നമുക്ക് ഡെൽ ഓഫ് n മൈനസ് 7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷിഫ്റ്റ് ദ സിഗ്നൽ ഡെൽ ഓഫ് n 7 യൂണിറ്റ്സ് ടു ദ റൈറ്റ്. അപ്പോൾ അത് 7-ൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു സിഗ്നലായിരിക്കും. സോ 7-ലേക്ക് 0-ൽ നിന്ന് 7-ലേക്ക് റൈറ്റ് ഷിഫ്റ്റ് ചെയ്ത് 7-ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സിഗ്നലായിരിക്കും ഡെൽ ഓഫ് n മൈനസ് 7. സോ ഇതിൻ്റെ ഇക്വേഷൻ, ഈ ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഡെൽ ഓഫ് n ഈസ് ഈക്വൽ ടു 1 അറ്റ് n ഈസ് ഈക്വൽ ടു 0. n 0 ആകുമ്പോഴാണ് ഇതിൻ്റെ വാല്യൂ 1. സോ ഡെൽ ഓഫ് n-ൻ്റെ ഡെഫിനിഷൻ അതാണ്. ഡെൽ ഓഫ് n മൈനസ് 7 1 ആവുന്നത് n ഈസ് ഈക്വൽ ടു 7-ലാണ്. സോ അതിൻ്റെ ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ എഴുതാം. ഡെൽ ഓഫ് n മൈനസ് 7 ഈസ് ഈക്വൽ ടു 1 അറ്റ് n ഈസ് ഈക്വൽ ടു 7. സോ ഇവിടെ എനിക്ക് ഡെൽ ഓഫ് n മൈനസ് 7 എന്ന് പറയുന്ന ഒരു വാല്യൂ ആണുള്ളത്. സോ അതിന് എനിക്ക് ദിസ് വാല്യൂ വിൽ ബിക്കം 1 അറ്റ്, സോ ഇതിന് 1 എന്ന് കൊടുക്കാം, അറ്റ് n ഈസ് ഈക്വൽ ടു 7. സോ നമുക്കിവിടെ കിട്ടുന്ന ആൻസർ a എന്നാണ്. a ഒരു കോൺസ്റ്റൻ്റ് ആണ്. സോ അതൊരു ഫൈനൈറ്റ് വാല്യൂ ആണ്. സോ ദിസ് ഈസ് ലെസ് ദാൻ ഇൻഫിനിറ്റി. a എന്ന് പറയുന്നത് ലെസ് ദാൻ ഇൻഫിനിറ്റി വാല്യൂ ആണ്. സോ ദിസ് സിസ്റ്റം ഈസ് സ്റ്റേബിൾ. സോ നമ്മുടെ ഇവിടെ ഈ ഒരു പ്രോബ്ലം ചെയ്തേക്കുന്നത് ഇമ്പൾസ് ഫംഗ്ഷനിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടാണ്. നേരത്തെ ചെയ്ത 2 പ്രോബ്ലംസ് പോലല്ല ഇവിടെ ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ചെയ്യാം. സോ നമുക്ക് ഇത് സിലബസിൽ LT സിസ്റ്റത്തിൻ്റെ കോസാലിറ്റി സ്റ്റെബിലിറ്റി ചെക്ക് ചെയ്യാനായിട്ട് ഇനി വീണ്ടും വരുന്നുണ്ട്. സോ അവിടെയാണ് നമ്മളത് കൂടുതൽ അപ്ലൈ ചെയ്യുന്നത്. പക്ഷേ നമുക്ക് സ്റ്റെബിലിറ്റി ചെക്ക് ചെയ്യാൻ ഈ ഒരു ഇങ്ങനെയും നമുക്ക് ചെയ്യാം. സോ ഇതാണ് കണ്ടീഷൻ. ഡിസ്ക്രീറ്റ് ആണെങ്കിൽ സമ്മേഷൻ ഇക്വേഷൻ എടുക്കുക, അതല്ലെങ്കിൽ ഇൻ്റഗ്രേഷൻ ഇക്വേഷൻ എടുത്തിട്ട് അത് ലെസ് ദാൻ ഇൻഫിനിറ്റി വാല്യൂ ആയിട്ട് കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. സോ ദിസ് ഈസ് എ സ്റ്റേബിൾ സിസ്റ്റം. ദെൻ മറ്റൊരു എക്സാമ്പിൾ നോക്കാം. y of n ഈസ് ഈക്വൽ ടു x of n പ്ലസ് ഹാഫ് x of n മൈനസ് 1 പ്ലസ് 1/4 x of n മൈനസ് 2. സോ ഇവിടെ നമ്മളിതിനെ ഇമ്പൾസ് റെസ്പോൺസിലോട്ട് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ y of n will become h of n when x of n is equal to del of n. അപ്പോൾ x of n del of n ആകുമ്പോൾ ഈ ഓരോ ഫംഗ്ഷൻസും മാറും. ദാറ്റ് ഈസ് ഹാഫ് ഇൻറ്റു del of n മൈനസ് 1. സോ അതാണ് ക്വസ്റ്റ്യൻ. പ്ലസ് 1/4 ഇൻറ്റു del of n മൈനസ് 2. ഇതായിട്ട് നമുക്ക് കിട്ടും. ഇത് അബ്സല്യൂട്ട്ലി സമ്മബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യുക. ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി മോഡ് ഓഫ് h of n. ഈ വാല്യൂ ഇവാലുവേറ്റ് ചെയ്യുക. ദാറ്റ് ഈസ് സമ്മേഷൻ n ഈസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി മോഡ് ഓഫ് ഡെൽ ഓഫ് n പ്ലസ് നെക്സ്റ്റ് വാല്യൂ, സോ ഒരുമിച്ച് എഴുതാം, പ്ലസ് ഹാഫ് ഇൻറ്റു ഡെൽ ഓഫ് n മൈനസ് 1 പ്ലസ് 1/4 ഇൻറ്റു ഡെൽ ഓഫ് n മൈനസ് 2. സോ ഇതാണ് നമുക്ക് കിട്ടുന്ന വാല്യൂസ്. ഇതാണ് നമ്മുടെ h of n എന്ന് പറയുന്നത്. ദെൻ നമ്മളിവിടെ n-ന് വാല്യൂസ് കൊടുക്കുകയാണെങ്കിൽ n-ൻ്റെ വാല്യൂ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി വാല്യൂസ് ഉണ്ട്. സോ n-ന് ഈ വാല്യൂസ് എല്ലാം നമുക്ക് കൊടുക്കാം. നിങ്ങളിപ്പോൾ മൈനസ് വാല്യൂസ് ആണ് കൊടുക്കുന്നതെങ്കിൽ, മൈനസ് വാല്യൂസ് എന്ന് പറഞ്ഞാൽ ഡെൽ ഓഫ് മൈനസ് 1, നമ്മളിവിടെ മൈനസ് 1 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് del of minus 1 plus half into del of minus 2 plus 1/4 into del of minus 3. So del of minus 1 എന്ന് പറയുന്നത് 0 ആണ്, del of minus 2 എന്ന് പറയുന്നത് 0 ആണ്, del of minus 3 എന്ന് പറയുന്ന വാല്യൂസും 0 ആണ്. സോ നമുക്ക് നെഗറ്റീവ് വാല്യൂസ് ഒന്നും കൊടുക്കാൻ പറ്റില്ല. സോ ഈ വാല്യൂ del of n-ൻ്റെ വാല്യൂ 1 ആവുന്നത് n-ന് 0 ആവുമ്പോഴാണ്. സോ നമ്മൾ പുട്ട് n is equal to 0.
സോ എന്നിന് 0 കൊടുക്കുമ്പോൾ h ഓഫ് 0 ഈസ് ഈക്വൽ ടു എന്നിന് 0 കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് del ഓഫ് 0 പ്ലസ് ഹാഫ് ഇൻറ്റു del ഓഫ് -1 പ്ലസ് 1/4 ഇൻറ്റു del ഓഫ് -2. ഡെൽ ഫങ്ഷൻസിൻ്റെ എല്ലാ വാല്യൂസും ഡെൽ ഫങ്ഷൻസിൻ്റെ -1 -2 del ഓഫ് 1 del ഓഫ് 2 ഈ വാല്യൂസ് എല്ലാം 0 ആണ്. ഡെല്ലിന് വാല്യൂ 1 ആവുന്നത് 0യിൽ മാത്രമാണ്. സോ del ഓഫ് 0 ഈസ് ഈക്വൽ ടു 1. ഈ വാല്യൂ എല്ലാം 0 ആണ്. സോ ദിസ് ഈസ് 0 പ്ലസ് 0 വിച്ച് ഈസ് ഈക്വൽ ടു 1. സോ നമുക്ക് കിട്ടുന്നത് 1 എന്നുള്ളൊരു ആൻസർ ആയിരിക്കും നമുക്ക് കിട്ടുന്നത് ഇവിടെ. ദെൻ അടുത്തത് എന്നിന് 1 കൊടുക്കണം. n 1 കൊടുക്കുമ്പോൾ h ഓഫ് 1 നമുക്ക് ഡിറ്റർമിൻ ചെയ്യാം. h ഓഫ് 1 ഈസ് ഈക്വൽ ടു, സോ ഈ ഇക്വേഷന് ഞാൻ ഓരോ വാല്യൂസ് കൊടുത്തിട്ട് ചെയ്ത് വരുവാണ്. h ഓഫ് 1 എന്ന് പറയുന്നത് del ഓഫ് 1 പ്ലസ് ഹാഫ് ഇൻറ്റു del ഓഫ് 0 പ്ലസ് ഹാഫ് ഇൻറ്റു del ഓഫ് -1. സോ del ഓഫ് 1 0 ആണ്, പ്ലസ് ഹാഫ് ഇൻറ്റു del ഓഫ് 0 1 ആണ്, പ്ലസ് 1/4 ഇൻറ്റു del ഓഫ് -1 0 ആണ്. ഇവിടെ ആൻസർ 1/2 കിട്ടും. ദെൻ എന്നിന് അടുത്ത് കൊടുക്കാൻ പറ്റുന്ന വാല്യൂ 2 ആണ്. എന്നിന് 2 കൊടുക്കുന്നു. h ഓഫ് 2 ഈക്വൽ ടു del ഓഫ് 2 പ്ലസ് ഹാഫ് ഇൻറ്റു del ഓഫ് 1 പ്ലസ് 1/4 ഇൻറ്റു del ഓഫ് 0. സോ del ഓഫ് 2 0 ആണ്, ഹാഫ് ഇൻറ്റു del ഓഫ് 1 0 ആണ്, പ്ലസ് 1/4 ഇൻറ്റു del ഓഫ് 1 1 ആണ്. സോ ആൻസർ 1/4. ഈ 3 വാല്യൂസേ നമുക്ക് എക്സിസ്റ്റ് ചെയ്തോളൂ, ബാക്കി എല്ലാം 0 ആണ്. സോ നമുക്ക് h ഓഫ് n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ 3ൻ്റെയും സമ്മായിട്ട് എഴുതാം. സോ h ഓഫ് n ക്യാൻ ബി റിട്ടൺ ആസ്, സോ ഇത് സമ്മേഷൻ ഇക്വേഷൻ ആണ്. സമ്മേഷൻ ഇക്വേഷൻ മീൻസ് -∞ ടു ഇൻഫിനിറ്റി എല്ലാ വാല്യൂസും കൊടുക്കണം. മൈനസ് വാല്യൂസും പ്ലസ് വാല്യൂസും ഒന്നും അക്സെപ്റ്റബിൾ അല്ല, എക്സെപ്റ്റ് 0 1 and 2. സോ നമുക്കിതിനെ h ഓഫ് 0 പ്ലസ് h ഓഫ് 1 പ്ലസ് ഈ ഇക്വേഷനെ h ഓഫ് 0 പ്ലസ് h ഓഫ് 1 പ്ലസ് h ഓഫ് 2 എന്ന് എഴുതാം. സോ h ഓഫ് n ക്യാൻ ബി റിട്ടൺ ആസ് h ഓഫ് 0 പ്ലസ് h ഓഫ് 1 പ്ലസ് h ഓഫ് 2. സോ ആ ഒരു സമ്മേഷൻ ഇക്വേഷൻ ഇങ്ങനെ റെഡ്യൂസ് ചെയ്യും. സോ നമ്മുടെ വാല്യൂ 1 പ്ലസ് 1/2 പ്ലസ് 1/4 എന്ന് നമുക്ക് കിട്ടും. സോ ഇവിടെ ഇത് നമുക്ക് സം ചെയ്യാം. സം ചെയ്ത് ഇതിൻ്റെ വാല്യൂ LCM എടുത്ത് ചെയ്യാം. ദറ്റ് ഈസ് 7/4 എന്ന് കിട്ടും. LCM 4 ആണ്. സോ 4 പ്ലസ് 2 പ്ലസ് 1 7/4 എന്ന ആൻസർ കിട്ടും, വിച്ച് ഈസ് ലെസ് ദാൻ ഇൻഫിനിറ്റി. സോ ഇറ്റ് ഈസ് എ സ്റ്റേബിൾ സിസ്റ്റം. നമുക്ക് കിട്ടിയിരിക്കുന്നത് 7/4 ആണ്, ഫൈനൈറ്റ് വാല്യൂ ആണ്. സോ ലെസ് ദാൻ ഇൻഫിനിറ്റി ആൻഡ് ഇറ്റ് ഈസ് സ്റ്റേബിൾ. സോ ഈ രീതിയിലാണ് നമ്മൾ ഇമ്പൾസ് റെസ്പോൺസിലോട്ട് കൺവേർട്ട് ചെയ്ത് ചെയ്യാം. ദെൻ മറ്റൊരു എക്സാമ്പിളോട് നോക്കാം. y ഓഫ് n ഈസ് ഈക്വൽ ടു കോസ് ഓഫ് x ഓഫ് n. അഗെയിൻ ഞാൻ ഇതിനെ ഇമ്പൾസ് ഫംഗ്ഷനിലോട്ട് കൺവേർട്ട് ചെയ്യുവാണ്. h ഓഫ് n ഈസ് ഈക്വൽ ടു കോസ് ഓഫ് del ഓഫ് n. കാരണം x ഓഫ് n-ന് നമ്മൾ del ഓഫ് n കൊടുക്കുമ്പോൾ കിട്ടുന്ന റെസ്പോൺസ് ആണ് ഇമ്പൾസ് റെസ്പോൺസ്. സോ ഇമ്പൾസ് റെസ്പോൺസ് കണ്ടുപിടിച്ചു. സമ്മേഷൻ ഇക്വേഷൻ എഴുതി. സമ്മേഷൻ n ഈസ് ഈക്വൽ ടു -∞ ടു ഇൻഫിനിറ്റി മോഡ് ഓഫ് h ഓഫ് n ഇവാലുവേറ്റ് ചെയ്യുക. സോ സമ്മേഷൻ n ഈസ് ഈക്വൽ ടു -∞ ടു ഇൻഫിനിറ്റി കോസ് ഓഫ് del ഓഫ് n. സോ ഈ ഒരു വാല്യൂ ആണ് നമുക്ക് മോഡുലസ് ഓഫ് സമ്മേഷൻ വാല്യൂ. സോ നേരത്തെ എഴുതിയ പ്രോബ്ലത്തിനകത്ത് ദിസ് ഇസ് h ഓഫ് n കൊടുക്കണ്ട, കാരണം ആ സമ്മേഷനാണ് നമ്മൾ എക്സ്പാൻഡ് ചെയ്യുന്നത്. സമ്മേഷൻ ഇക്വേഷനാണ് എക്സ്പാൻഡ് ചെയ്ത് വരുന്നത്. സോ അതിൽ ഈ സമ്മേഷൻ ഇക്വേഷനാണ് നമ്മൾ റെഡ്യൂസ് ചെയ്ത് n ഈസ് ഈക്വൽ ടു -∞ ടു ഇൻഫിനിറ്റി h ഓഫ് n. ഇതിൻ്റെ വാല്യൂ ആണ് h ഓഫ് 0 പ്ലസ് h ഓഫ് 1 പ്ലസ് h ഓഫ് 2. ബാക്കി എല്ലാ വാല്യൂസും 0 ആണ്. സോ എക്സ്പാൻഡ് ചെയ്തത് ഇങ്ങനെയാണ് എഴുതേണ്ടത്. ദെൻ ഇവിടെ അതുപോലെ തന്നെ -∞ ടു ഇൻഫിനിറ്റി മോഡ് ഓഫ് h ഓഫ് n. ഞാൻ h ഓഫ് n-ൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ ദിസ് ഈസ് ഈക്വൽ ടു സമ്മേഷൻ. ഇവിടെ നമുക്ക് വാല്യൂസ് കൊടുത്ത് നോക്കാം. എന്നിന് മൈനസ് വാല്യൂസും പ്ലസ് വാല്യൂസും എല്ലാം നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ഞാൻ ആദ്യം n ഈസ് ഈക്വൽ ടു -1 കൊടുക്കുവാണ്. സോ n ഈസ് ഈക്വൽ ടു -1 കൊടുക്കുമ്പോൾ ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് -1 കൊടുക്കുമ്പോൾ ഉള്ള വാല്യൂ h ഓഫ് -1 എന്ന് പറയുന്നത് കോസ് ഓഫ് del ഓഫ് -1. സോ del ഓഫ് -1 നമുക്കറിയാം 0 ആണ്. കോസ് 0 എന്ന് കിട്ടും. കോസ് 0 1 ആണ്.
ദെൻ ഞാൻ എന്നിന് -2 കൊടുത്തു. h of -2 is equal to cos of del of -2, that is again is equal to cos 0. Cos 0 is 1. So -3 -4 എല്ലാ വാല്യൂസും 1 തന്നെ ആയിരിക്കും. -∞ വരെ എല്ലാ വാല്യൂസും 1 തന്നെ ആയിരിക്കും. ദെൻ നെക്സ്റ്റ് നമ്മൾ h of 0 കണ്ടുപിടിക്കുവാണ്. h of 0 means cos into del of 0. So cos into del of 0, that is cos 1. Cos 1 എന്ന് പറയുന്നത് del of 0 1 ആണ്. സോ cos 1 എന്ന് പറയുന്നത് 0.54. ഇതാണ് വാല്യൂ cos 1-ൻ്റെത്. ദെൻ സിമിലർലി h of 1 കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ h of 1-ൻ്റെ വാല്യൂ cos of del of 1 again 0 ആണ്, cos 0 which is equal to 1. h of 2ഉം ഇതുപോലെ ഇവാലുവേറ്റ് ചെയ്യുക, അതും 1 ആയിരിക്കും. സോ നമുക്ക് കിട്ടുന്നത് സമ്മേഷൻ ഇക്വേഷൻ കിട്ടുന്നത് സമ്മേഷൻ n is equal to -∞ to infinity means etc. നമുക്ക് -∞ വാല്യൂസ് ഒക്കെ കൊടുക്കുമ്പോൾ -2 -1 എല്ലാം 1 ആണ്. സോ 1 + 0യിലെ വാല്യൂ 0.54 ആണ്, പ്ലസ് അഗെയിൻ 1ലെ വാല്യൂ 1 ആണ്, 2 കൊടുക്കുമ്പോൾ അതും 1 ആണ്, അഗെയിൻ ഇത് 1 ആയിരിക്കും എക്സെട്ര. സോ ഇങ്ങനൊരു സമ്മേഷനായിട്ടായിരിക്കും നമുക്ക് h of n സമ്മേഷൻ കിട്ടുന്നത്, h of n-ൻ്റെ സമ്മേഷൻ കിട്ടുന്നത്. സോ ഇതിൻ്റെ വാല്യൂ നമുക്ക് ഇൻഫിനിറ്റി എന്ന് പറയാം, കാരണം ഇത് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു വാല്യൂ അല്ല. സോ ദിസ് വാല്യൂ വിൽ ബി ഈക്വൽ ടു ഇൻഫൈനൈറ്റ്. സോ ദ സിസ്റ്റം ഈസ് അൺസ്റ്റേബിൾ. സോ ഇതൊരു അൺസ്റ്റേബിൾ സിസ്റ്റമാണ്. സോ ഇങ്ങനെയും നമുക്ക് സ്റ്റെബിലിറ്റി ചെക്ക് ചെയ്യാം. ദെൻ ഇനി നമുക്ക് പഠിക്കാനുള്ളത് പുതിയൊരു സിസ്റ്റം ദാറ്റ് ഈസ് ഇൻവേർട്ടിബിൾ ആൻഡ് നോൺ ഇൻവേർട്ടിബിൾ സിസ്റ്റം. എക്സാമിന് റെയറായിട്ടൊക്കെ ചോദിക്കാറുള്ളൊരു ക്വസ്റ്റ്യനാണ് ഇൻവേർട്ടിബിൾ. സോ ക്ലാസിഫിക്കേഷൻ ഓഫ് സിസ്റ്റം ആ ഒരു കാറ്റഗറി തന്നെ വരുന്നതാണ്. ഇൻവേർട്ടിബിലിറ്റി ചെക്ക് ചെയ്യാനൊക്കെ ചോദിക്കാം. ഇൻവേർട്ടിബിൾ ആൻഡ് നോൺ ഇൻവേർട്ടിബിൾ സിസ്റ്റം. സോ അതിൻ്റെ ഡെഫിനിഷൻ ഇതാണ്: എ സിസ്റ്റം ഈസ് സെഡ് ടു ബി ഇൻവേർട്ടിബിൾ if the system has a unique relationship between its input and output. Otherwise that system is known as non-invertible. സോ കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ അത് ചെക്ക് ചെയ്യുന്നത് ഈ ഒരു കണ്ടീഷൻ വെച്ചിട്ടാണ്. there should be 1-to-1 mapping between input and output at each and every instant of time. സോ അതിൻ്റെ എക്സാമ്പിൾ ചെയ്യുമ്പോൾ എന്താണ് ഈ 1-to-1 മാപ്പിംഗ് എന്നുള്ളത് മനസ്സിലാവും. നോൺ ഇൻവേർട്ടബിൾ ആണെങ്കിൽ many to 1 മാപ്പിംഗ് ആണ് ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിൽ. സോ ഈ ഒരു പോയിന്റ് ശ്രദ്ധിക്കുക. there should be a 1-to-1 mapping here, a many to 1 mapping between input and output. ഈ ഒരു കണ്ടീഷൻ വെച്ചിട്ടാണ് നമ്മൾ ഇൻവേർട്ടിബിലിറ്റി ചെക്ക് ചെയ്യുന്നത്. സോ അതിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഒരു ഇൻവേർട്ടിബിൾ സിസ്റ്റം x of t ഇൻപുട്ട് y of t ഔട്ട്പുട്ട്. സോ ആ y of t ഔട്ട്പുട്ട് തന്നെ നമ്മൾ കാസ്കേഡ് ചെയ്ത് അതിൻ്റെ തന്നെ ആ ഇൻവേർട്ടിബിൾ സിസ്റ്റത്തിൻ്റെ ഇൻവേഴ്സ് സിസ്റ്റം യൂസ് ചെയ്തിട്ട് നമ്മൾ കാസ്കേഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് കിട്ടുന്നതെന്ന് പറയുന്നത് ഓൾറെഡി ഉള്ള ആ ഇൻപുട്ട് ആയിരിക്കും. സോ എക്സ് ഓഫ് ടി കൊടുത്തു, y of t കിട്ടി. y of t ഇൻപുട്ട് ആക്കിക്കൊണ്ട് ആ ഇൻവേർട്ടിബിൾ സിസ്റ്റത്തിൻ്റെ ഇൻവേഴ്സ് സിസ്റ്റത്തിൽ തന്നെ നമ്മൾ ആ ഒരു വാല്യൂ y of t കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് ഓൾറെഡി കൊടുത്ത എക്സ് ഓഫ് ടി തന്നെ ആയിരിക്കും. സോ ഇങ്ങനെയുള്ള സിസ്റ്റത്തിനെയാണ് നമ്മൾ ഇൻവേർട്ടിബിൾ സിസ്റ്റം. സോ ഇതൊരു ഇൻവേർട്ടിബിൾ സിസ്റ്റത്തിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ്. സോ ഇനി നമുക്ക് അതിൻ്റെ ഒരു എക്സാമ്പിളൂടെ നോക്കാം. ചെക്ക് ദ സിസ്റ്റംസ് ആർ ഇൻവേർട്ടിബിൾ ഓർ നോട്ട്. സോ y of t is equal to x² of t. ഇതാണ് നമ്മുടെ, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഇൻവേർട്ടിബിൾ ആണെങ്കിൽ ഒരു 1-to-1 മാപ്പിംഗ് വേണം. ഒരു many to 1 മാപ്പിംഗ് ആണെങ്കിൽ അത് നോൺ ഇൻവേർട്ടിബിൾ സിസ്റ്റമാണ്. സോ ഇവിടെ ഞാൻ y of t is equal to, ഇതാണ് സിസ്റ്റം റിലേഷൻ തന്നേക്കുന്നത്. ഞാൻ x of t ചൂസ് ചെയ്തു, y of t ഒരു ടേബിൾ മാർക്ക് ചെയ്യുവാണ്. ഞാനിവിടെ എക്സ് ഓഫ് ടിക്ക് 0 കൊടുത്തു. എക്സ് ഓഫ് ടിക്ക് 0 കൊടുക്കുമ്പോൾ y of t 0² മീൻസ് 0. ദെൻ എക്സ് ഓഫ് ടിക്ക് -1 കൊടുത്തു, -1² ഈസ് 1. ദെൻ 1 കൊടുത്തു കഴിഞ്ഞാൽ അഗെയിൻ 1² ഈസ് 1. സോ ഇവിടെ നോക്കുവാണെങ്കിൽ നമ്മൾ 0 കൊടുത്തപ്പോൾ എനിക്ക് കിട്ടിയത് 0 ആണ്. പക്ഷേ -1 കൊടുത്തപ്പോൾ എനിക്ക് 1 കിട്ടി. 1 കൊടുത്തപ്പോഴും എനിക്ക് 1 തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. സോ ഇതൊരു many to 1 മാപ്പിംഗ് ആണ്. ഡിഫറെൻറ്റ് ഇൻപുട്സ് കൊടുക്കുമ്പോൾ ഒരേ ഔട്ട്പുട്ട്സ് നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നു. സോ -1 കൊടുത്തപ്പോൾ 1 വന്നു, 1 കൊടുക്കുമ്പോഴും നമുക്ക് 1 ആണ് വരുന്നത്.
സോ ഇതിനെയാണ് നമ്മൾ മെനി ടു വൺ മാപ്പിംഗ് എന്ന് പറയുന്നത്. വേറെ ഒരു വാല്യൂഡ് കൊടുത്തു കഴിഞ്ഞാലും ഇത് തന്നെ ആയിരിക്കും സംഭവിക്കുന്നത്. സോ മെനി ടു വൺ മാപ്പിംഗ്. സോ ഇതൊരു നോൺ ഇൻവേർട്ടിബിൾ സിസ്റ്റമാണ്. നോൺ ഇൻവേർട്ടിബിൾ സിസ്റ്റമാണ്. ഫോർ എക്സാമ്പിൾ -2 കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് -2² -2² എന്ന് പറഞ്ഞാൽ 4 ആണ്. 2 കൊടുത്താലും എനിക്ക് 4 കിട്ടും. സോ ഡിഫറെൻറ്റ് ഇൻപുട്സ് കൊടുക്കുമ്പോൾ സെയിം ഔട്ട്പുട്ട് തന്നെ കിട്ടുന്നു. അതാണ് മെനി ടു വൺ മാപ്പിംഗ്. സോ അങ്ങനെ ബിഹേവിയർ തരുന്ന സിസ്റ്റത്തിനെയെല്ലാം നമ്മൾ നോൺ ഇൻവേർട്ടിബിൾ സിസ്റ്റം എന്ന് പറയും. ദെൻ y of t is equal to x of t plus 2. അനദർ എക്സാമ്പിൾ ആണ്. ഇവിടെ നമ്മൾ x of t ചൂസ് ചെയ്യുന്നു, y of t മെഷർ ചെയ്യുന്നു. x of t 0 കൊടുത്തു, 0 കൊടുക്കുമ്പോൾ ആൻസർ 2 കിട്ടും. ഞാൻ 1 കൊടുത്തു, 1 കൊടുക്കുമ്പോൾ എനിക്ക് കിട്ടുന്നത് 3 ആണ്. -1 കൊടുത്തു, 1 ആണ് കിട്ടുന്നത്. ദെൻ 2 കൊടുത്തു, 4 ആണ് കിട്ടുന്നത്. ഇനി ഇൻപുട്ട് നമുക്ക് കൊടുക്കാം. ദെൻ -2 കൊടുത്തു, കിട്ടുന്ന വാല്യൂ 0 ആണ്. സോ ഇവിടെ നോക്കുവാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട്സ് 0 കൊടുത്തപ്പോൾ 2, 1 കൊടുത്തപ്പോൾ 3, -1 കൊടുത്തപ്പോൾ 1, 2 കൊടുത്തപ്പോൾ 4, -2 കൊടുത്തപ്പോൾ 0. ഡിഫറെൻറ്റ് ഇൻപുട്സ് കൊടുക്കുമ്പോൾ ഡിഫറെൻറ്റ് ഔട്ട്പുട്ട്സ് ആണ് എനിക്ക് കിട്ടുന്നത്. സോ ഇതിനെയാണ് നമ്മൾ 1-to-1 മാപ്പിംഗ് എന്ന് പറയുന്നത്. 1-to-1 മാപ്പിംഗ്. സോ ഇങ്ങനെ 1-to-1 മാപ്പിംഗ് വരുന്ന സിസ്റ്റംസ് എല്ലാം ഇൻവേർട്ടിബിൾ സിസ്റ്റംസ് ആയിരിക്കും. സോ ദിസ് സിസ്റ്റം ഈസ് ഇൻവേർട്ടിബിൾ. ഇത് നോൺ ഇൻവേർട്ട്. മെനി ടു വൺ മീൻസ് നോൺ ഇൻവേർട്ടബിൾ ആൻഡ് ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ 1-to-1 മാപ്പിംഗ്. സോ ഇത്രയുമാണ് നമുക്ക് പഠിക്കാനുള്ളത്. സോ സിസ്റ്റം ക്ലാസിഫിക്കേഷൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. സിസ്റ്റം ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ് ഓഫ് സിസ്റ്റം, ലീനിയാരിറ്റി, ടൈം ഇൻവേരിയൻറ്റ്, കോസാലിറ്റി, ദെൻ സ്റ്റാറ്റിക്, ഡൈനാമിക്, സ്റ്റെബിലിറ്റി പ്രോപ്പർട്ടി, ഇൻവേർട്ടിബിലിറ്റി. സോ ഈ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻസ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഇതിൽ നിന്നും വരുന്ന രണ്ട് പ്രോപ്പർട്ടീസ്, സിസ്റ്റം പ്രോപ്പർട്ടീസ്, അതായത് ലീനിയാരിറ്റി ആൻഡ് ടൈം ഇൻവേരിയൻറ്റ് പ്രോപ്പർട്ടി, അത് യൂസ് ചെയ്തിട്ടുള്ള LTI സിസ്റ്റത്തിൻ്റെ അനാലിസിസ് ആണ് പഠിക്കാനുള്ളത്. അത് നമ്മൾ നെക്സ്റ്റ് ലെക്ചറിൽ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, താങ്ക് യു.